തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച കളമശ്ശേരി കിൻഫ്ര പാർക്കിൽ ചുമട്ടുതൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കുന്നതായി പരാതി. വ്യവസായ കേന്ദ്രങ്ങൾ ആരംഭിക്കേണ്ട സ്ഥലങ്ങൾ പലതും ഗോഡൌണായി പ്രവർത്തിക്കുകയാണ്. ചുമട്ടുതൊഴിലാളി സംഘടനകളെ ഒഴിവാക്കി വിവിധ ഭാഷാ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതായും തൊഴിലാളികൾ ആരോപിച്ചു. വ്യവസായ മന്ത്രിയുടെ മണ്ഡലത്തിലാണ് തൊഴിൽ നിഷേധം നടക്കുന്നത്. വ്യവസായ സംരംഭങ്ങൾ കടന്നുവരിക വഴി തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായാണ് 1993 കിൻഫ്ര പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കളമശ്ശേരി വ്യവസായ മേഖലയിൽ ഏക്കർ കണക്കിന് ഭൂമിയാണ് ഇതിനായി മാറ്റിവെച്ചത്. വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങേണ്ടിയിരുന്ന സ്ഥലങ്ങളിൽ പലതിലും ഗോഡൌണുകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇതോടെ പ്രദേശത്തെ ചുമട്ടുതൊഴിലാളികൾക്ക് ജോലി നഷ്ടമാകുന്ന സാഹചര്യമാണ്. HMT കമ്പനിക്കായി കുടിയിറക്കപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് ചുമട്ടുതൊഴിലാളികളിൽ ഏറിയ പങ്കും. 200ഓളം തൊഴിലാളികൾ ഉണ്ടായിരുന്ന ക്ഷേമ ബോർഡിന്റെ തൊഴിലാളികളിൽ നിന്ന് ഏതാണ്ട് 125 തൊഴിലാളികൾ മറ്റ് തൊഴിൽ മേഖലകൾ തേടിപ്പോയി കഴിഞ്ഞു. ഇപ്പോൾ നിലവിലുള്ള 75 തൊഴിലാളികളാണെങ്കിൽ മെഡിക്കൽ കോളേജിലും ചുരുക്കം ചില സ്ഥാപനങ്ങളിലും തൊഴിൽ ചെയ്തു വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കിൻഫ്ര സൈറ്റിൽ ഗോഡൌണുകൾ ഒരു കാരണവശാലും വരാൻ പാടില്ല. ഇവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലെ ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള ഗോഡൌണുകൾക്കാണ് സാധ്യതയുള്ളൂ. പക്ഷേ ഇവിടെ ലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റിലുള്ള ഗോഡൌണുകൾ പണിത് നിർമ്മിച്ചതിന് ശേഷം അതിൽ ഇവർ മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് തൊഴിൽ ചെയ്യിച്ച് അതിൻ്റെ ലാഭം കൊയ്യുന്ന അവസ്ഥയാണ്. ഈ തൊഴിലാളികൾക്ക് അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളോ അവർക്ക് അർഹതപ്പെട്ട യാതൊരുവിധ നിയമപ്രകാരമുള്ള യാതൊരു ആനുകൂല്യങ്ങളും കൊടുക്കുന്നില്ല. അനധികൃതമായി നേടിയെടുത്ത ALO കാർഡ് ഉപയോഗിച്ച് വിവിധ ഭാഷാ തൊഴിലാളികളായ 8 പേരെ ഗോഡൌണുകളിൽ പണിയെടുപ്പിക്കുന്നതായും തൊഴിലാളികൾ ആരോപിക്കുന്നു. ചില വ്യവസായങ്ങൾ തൊഴിലാളികൾ വേണ്ട എന്ന് അവർ പറഞ്ഞവർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കേസിന് പോയിരിക്കുകയാണ്. എന്ത് തന്നെയായാലും ഈ പ്രദേശവാസികളിൽ എല്ലാം കൊണ്ടും 100-100ഓളം കുടുംബങ്ങൾ ജീവിക്കുന്ന ഒരു മേഖലയാണ്. ഈ തൊഴിലാളികളെല്ലാം അകറ്റി നിർത്തുന്ന ഒരു സമീപനമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. 8 ALO കാർഡുകൾ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളി ക്ഷേമ ബോർഡ് DLOയ്ക്ക് അപ്പീൽ നൽകിയിരുന്നു. എന്നാൽ ഇതിൽ നടപടിയെടുക്കാൻ തൊഴിൽ വകുപ്പ് തയ്യാറാകുന്നില്ലെന്നും തൊഴിലാളി സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. വ്യവസായ മന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഈ തൊഴിൽ നിഷേധം നടക്കുന്നത്. ക്യാമറമാൻ വിപിനാലുവയ്ക്കൊപ്പം കിരൺകുമാർ, ജനം, കൊച്ചി.